നമസ്കാരം. തത്വമയി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രമുഖ സാമൂഹിക നിരീക്ഷകനും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമൊക്കെയായ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസാണ്. സ്വാഗതം സർ. നമസ്കാരം. കേരളത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അന്ത്യമുണ്ടായിരിക്കുകയാണ്. പിണറായി വിജയൻ ഏറ്റവും അവസാനത്തെ ഒടുവിലത്തെ 5 വർഷം, ആദ്യത്തെ 5 വർഷം ഭരണം നടത്തുവാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല. കാരണം പ്രളയമുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ കൊറോണ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ടേമിൽ കാര്യമായ ഭരണം നടത്തുവാനുള്ളൊരു സമയം തന്നെ കിട്ടിയില്ല. എന്നാൽ കിട്ടിയ അടുത്ത 5 വർഷ സമയം എന്ന് പറയുന്നത് ഒരുപാട് ആരോപണങ്ങളോടുകൂടി ജനങ്ങളാകെ മടുത്തതിന് ശേഷം വലിയ രീതിയിൽ ഒരു ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചിരിക്കുകയാണ് എന്നതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. എന്തൊക്കെയായിരിക്കാം സാർ, ഏതൊക്കെ മേഖലകളിലായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഈ ഇത്രയേറെ വലിയൊരു ഭരണവിരുദ്ധ വികാരമുണ്ടാകാൻ കാരണം? ശരിക്കും പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആദ്യം മുതലേ എൻ്റെ ഒരു ടേക്ക് അതാണ്. പക്ഷെ ഒരു പിണറായി വിരുദ്ധ വികാരം, ഒരു രാജാധികാരത്തിൻ്റെയും രാജാവിനെതിരെയുള്ളൊരു വിരുദ്ധ വികാരം കേരളത്തിൽ കിടപ്പുണ്ട്. കാരണം നമ്മൾ ഇന്ത്യയുടെ ഒരു ചരിത്രം തന്നെ പരിശോധിച്ച് നോക്കുക. ഭാരതത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്ന ഒരു ഹിന്ദു സംസ്കൃതിയൊക്കെ ഉള്ളൊരു നാടാണല്ലോ. ഒരു സനാതനധർമ്മം, ഹിന്ദു സംസ്കൃതിയൊക്കെ ഉള്ളൊരു പ്രദേശമാണ് ഭാരതം. ഇവിടെ 12,000 വർഷത്തോളം വിദേശികൾ വന്ന് കീഴടക്കാൻ ശ്രമിച്ചു. അതിലൊരു 700 വർഷക്കാലം മുസ്ലിങ്ങൾ രാജാക്കന്മാരാണ് വന്നത്. പിന്നെ ഒരു 1200-300 വർഷം, 400 വർഷം ബ്രിട്ടീഷുകാർ വന്നിരുന്നു. പിന്നെ അവരെ തുടർന്ന് ഡച്ചുകാർ, എല്ലാവരും കൂടി വലിയൊരു നൂറ്റാണ്ടുകളോളം ഭാരതത്തെ കീഴടക്കി വെച്ചു. പക്ഷേ വന്നവരിൽ ചിലരൊക്കെ പിന്നെ ഇസ്ലാം മതത്തിൻ്റെ ആളുകൾ വന്നു, ഇവിടെ ക്രിസ്ത്യാനികൾ വന്നു, സുവിശേഷകർ വന്നു. വന്നവരൊക്കെ എല്ലാവരും ആക്രമിക്കുകയായിരുന്നു എന്ന് ഞാൻ പറയില്ല. കുറച്ച് പേര് സ്നേഹത്തിലും വന്നു, മതം മാറിയാൽ മതി എന്നുള്ള സ്നേഹം കൊണ്ടും വന്നു. കുറച്ച് പേർ ആശംസിച്ചുകൊണ്ട് വന്നു, കുറച്ച് പേർ ആശുപത്രി, പള്ളിക്കൂടം, ഇങ്ങനെ പല രൂപത്തിലൂടെ വന്നു. ഏത് രൂപത്തിൽ വന്നിട്ടും ഭാരതത്തിലെ ജനങ്ങൾ എന്ത് ചെയ്തില്ല? അങ്ങനെ പിടികൊടുത്തില്ല. അവർ വേറൊരു തലത്തിലേക്ക്, ഒരു ആത്മാഭിമാനത്തിൻ്റെ, ഒരു ആഭിജാത്യത്തിൻ്റെ, ഒരു അന്തസ്സിൻ്റെ ജീവിതം മതി എന്ന്, പട്ടിണി കിടന്നാലും അന്തസ്സായിട്ട് ജീവിക്കണം, ജനാധിപത്യം വേണം, മതേതരത്വം വേണം, അല്ലെങ്കിൽ ഒരു സഹിഷ്ണുത വേണം, ഒരു 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 നാനാത്വം വേണം, അതിലൊരു ഏകത്വം വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിൽ. നോക്കൂ, നമ്മൾ ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞ് ബഹളം കാണിക്കുമ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം പണിത വർഷത്തിലാണ് UP-യിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുന്നത്. അവിടെ BJP ജയിച്ചില്ല അയോധ്യ മണ്ഡലത്തിൽ. UP-യിൽ പിന്നെ വലിയ രീതിയിലാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJP ബുദ്ധിമുട്ടിയത്. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ഈ ബില്ലൊക്കെ പാസ്സാക്കി എടുക്കാമായിരുന്നു, വിമൻസ് ബില്ലൊക്കെ പുട്ടുപോലെ പാസ്സാക്കി എടുക്കാമായിരുന്നു. പക്ഷെ അതിന് പറ്റാതെ പോയത് UP-യിലെ കുറേ സീറ്റുകളിൽ വന്ന കുറവും കൂടിയുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, അത് ജനങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുന്നില്ല, നമ്മളുടെ പക്ഷമാണ്, അവരുടെ പക്ഷമാണ്, അവർ ഹിന്ദുക്കളെല്ലാം ഞങ്ങളെ കൂടെയാണ്, മുസ്ലിങ്ങളെല്ലാം ഞങ്ങളെ കൂടെയാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെല്ലാം അവർ, അങ്ങനെയൊന്നും, അല്ലെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ്, പാർട്ടിയാണ്, ഇങ്ങനെയൊന്നും ഒരുപാട് കാലം കൊണ്ടുപോകാൻ പറ്റില്ല. പണ്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ഗവൺമെൻറ്റിന് സംഭവിച്ചത്, രണ്ടാം പിണറായി സർക്കാരിന് സംബന്ധിച്ചത് വലിയ സ്വജനപക്ഷപാതം. PSCയെ നോക്കുകുത്തിയാക്കുന്നു, ലിസ്റ്റിൽ നിന്ന് ആളെടുക്കുന്നില്ല, ബാക്ക് ഡോർ വഴി ആളെ കയറ്റുന്നവരെ സ്ഥിരപ്പെടുത്തുന്നു. ക്രമസമാധാന രംഗം അമ്പേ പരാജയമാണ്. പോലീസ് കേസുകളും കാര്യങ്ങളും അമ്പേ പരാജയം. കോളേജുകളിൽ വലിയ അരാജകത്വമാണ്. ഒരു ഭരണാധികാരി എന്നുള്ള നില അദ്ദേഹം എന്ത് ചെയ്തു? വിഷ്ണുവിൻ്റെ മരണം, സിദ്ധാർത്ഥിൻ്റെ മരണം, അഭിമന്യുവിൻ്റെ മരണം, കൊലപാതകം, ആത്മഹത്യകൾ, ഇതിലൊന്നിലുമൊന്നുമില്ല. ആളുകൾ, പാർട്ടിക്കാരിറങ്ങി പോലീസ് ചെയ്യേണ്ട ജോലി പാർട്ടിക്കാർ ഇപ്പോൾ തല്ലും. പ്രതിപക്ഷത്തിന് സമരം ചെയ്യുമ്പോൾ അവരെ തല്ലും. പക്ഷേ തല്ലുമ്പോൾ ആര് തല്ലണം? പോലീസ് തല്ലണം. പക്ഷേ പോലീസിന് പകരം പാർട്ടിക്കാരിറങ്ങി തല്ലുന്നു, ഗൺമാൻ ഇറങ്ങി തല്ലുന്നു. അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു മുഖ്യമന്ത്രി. ഇതൊന്നും ഒരു രാജ്യത്തും ഒരാളും അനുവദിക്കത്തില്ല. ഞാനൊരു ചെറിയ പോയിന്റ് പറയാം. സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നുള്ളൂ റഷ്യയിൽ. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് സഭയിൽ ഒരു കോഴിയെ കൊണ്ടുവരാൻ പറഞ്ഞതിന് ശേഷം കോഴിയെ കൊണ്ടുവന്ന് കോഴിയുടെ ഓരോ പൂടയായിട്ട് പറിച്ച് കളയും. ഓരോന്ന് പറിച്ച് കളയുമ്പോഴും കോഴി വിളിക്കും, ഒരു ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ കോഴിയുടെ കഴുത്തിന് പിടിക്കാൻ പറയും ഈ ആളുകളെ കൊണ്ട്, ഇയാളെ കൊണ്ട്, ഈ നിൽക്കുന്ന ആളിനെ കൊണ്ട്. എന്നിട്ട് ഓരോ പൂടയായിട്ട് ഇദ്ദേഹം പറിച്ച് കളയും. എല്ലാ പൂടയും പറിച്ച് കളയുമ്പം അപ്പോഴും മരിച്ചിട്ടില്ലല്ലോ, കോഴിക്ക് ജീവൻ കാണുമല്ലോ. ആ കോഴിയെ താഴെ വിടുമ്പോൾ അത് നടക്കാൻ കഴിയാതെ ഇങ്ങനെ കിടന്ന് ആയാസപ്പെടുമ്പോൾ കുറച്ച് വെള്ളം അവിടെ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വിത്ത് അവിടെ ഇടും, ഈ ധാന്യങ്ങളിടും. അത് ആവേശത്തോടെ ആ ധാന്യം കഴിക്കും. ധാന്യം കഴിക്കുമ്പോൾ ആ ഇട്ട ധാന്യം കാലുകൊണ്ട് മാറ്റിയിട്ട് കുറച്ച് ധാന്യം സ്റ്റാലിൻ്റെ കാലിൻ്റെ അടുത്തിടും, തൊട്ടടുത്തിടും. അപ്പോൾ വളരെ ആവേശത്തോടുകൂടി ആ പൂട പറഞ്ഞ കോഴി വന്ന് ഇത് കഴിക്കും. ഉടൻ തന്നെ സ്റ്റാലിൻ പറയുന്നുണ്ട്, നോക്കൂ, ഇതാണ് റഷ്യയിലെ ജനത, അവരെ നമുക്ക് പൂട പറിക്കാം,
അവരെ നമുക്ക് അടിമമാറ്റി വയ്ക്കാം, മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാം, എന്ത് വേണോ ചെയ്യാം. ഇതുപോലെ ധാന്യം കൊടുത്താൽ മതി എന്ന് പറയുന്നൊരു കൾച്ചറുണ്ടല്ലോ. നമുക്ക് കിറ്റ് കൊടുത്താൽ മതി, പെൻഷൻ കൊടുത്താൽ മതി, എന്നിട്ട് നമുക്ക് തെറിയും കൂടെ കൊടുക്കാം. നമുക്ക് ഗവൺമെൻറ് പെൻഷൻ കൊടുക്കും, MM മണിയുടെ വക തെറി കൊടുക്കും. ഇന്നും നന്നായിട്ടില്ല MM മണിയൊക്കെ. എന്തിനാണ് ഈ പാർട്ടിയിൽ അദ്ദേഹത്തേക്ക് വെച്ചിരിക്കുന്നത്? എന്ത് മെയ് വഴക്കം, എന്ത് വായു വഴക്കം. സ്വരാജും പറഞ്ഞു. അതാ ഞാൻ ഇന്ന് സ്വരാജ് പറഞ്ഞിരിക്കുന്നു. സ്വരാജിൻ്റെ ഒരു പോസ്റ്റുണ്ട്. സ്വരാജൊക്കെ ഈ പാർട്ടിയിൽ വന്നത് എന്തൊരു അപമാനമാണ്. സ്വരാജ് പറഞ്ഞിരിക്കുന്നു അനർഹമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്ന്. ആർക്ക് അനർഹം? ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് 5 വർഷത്തിലൊരിക്കൽ വോട്ട് രേഖപ്പെടുത്താൻ അവസരം കിട്ടുമ്പോൾ അവർ വോട്ട് രേഖപ്പെടുത്തും. അതിനെ മാനിച്ചുകൊണ്ടൊരു സെൻറ്റൻസ് അല്ലേ ആദ്യം പറയേണ്ടത്? മാനിക്കുന്നതിന് പകരം ഞങ്ങൾ പഠിക്കും, തിരുത്തും. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ, നൈതികത, ജനാധിപത്യം, അഴിമതി വിരുദ്ധത, സ്വജനപക്ഷപാതമില്ലായ്മ, സഹിഷ്ണുത, സ്നേഹം, കരുതൽ, ഇതൊന്നും കഴിഞ്ഞ 5 വർഷം കേരള ജനത കണ്ടിട്ടില്ല. ഹരി ഇവിടെ ഇരിക്കുന്നു. ഹരിക്ക് 2 തല്ലും തന്ന് ഒരു ലഡുവും തന്നാൽ ചിലപ്പോൾ ലഡു വാങ്ങിച്ച് കഴിക്കും. ചിലപ്പോൾ ഞാൻ കഴിക്കട അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കി എൻ്റെ ഒരു അധികാരം കൂടെ ലഡു വാങ്ങിച്ച് കഴിച്ചെന്നിരിക്കും. പക്ഷേ ഞാൻ തല്ലും കൂടെ തന്നാൽ, തെറിയും കൂടെ തന്നാൽ, പിന്നെ ഒരുപക്ഷേ ഹരി ചെയ്യാൻ പോകുന്ന കഴിച്ച ലഡു ബാത്റൂമിൽ പോയി തുപ്പിക്കളയും, അല്ലെങ്കിൽ എൻ്റെ മുമ്പ് തന്നെ വൊമിറ്റ് ചെയ്യും. അതൊന്നും പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു കാരണവശാലും എൻ്റെ അടുത്തോട്ട് വരത്തില്ല. ഇവൻ്റെ ലഡുവും വേണ്ട, ഇവൻ്റെ തെറിയും വേണ്ട. ഞാൻ വന്നത് ലഡു എത്ര നല്ലതാണെങ്കിലും തെറി പറഞ്ഞതുകൊണ്ടാണ്. ഇതാണ് മലയാളി, മാനവരാശി. അതാണ് ഇത്. നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഠിക്കണം. BJP എല്ലാവരും പഠിക്കേണ്ടതാണ്. ജനങ്ങളെ കുറേ വികസനം കാണിച്ചു, റോഡ് വന്നു, പാലം വന്നു, സ്കൂൾ വന്നു, ആശുപത്രി വന്നു എന്ന് പറഞ്ഞ് ജനം നിൽക്കില്ല കൂടെ. അവർക്ക് വേണ്ടത് അവരുടെ ആത്മാഭിമാനം, അവരുടെ നൈതികത, അവരുടെ ജനാധിപത്യ ബോധം. കടക്ക് പുറത്ത് ആരോടാണ് പറയുന്നത്? ഇവിടുത്തെ പത്രക്കാരോട്. വീട്ടിൽ പോയി വേറെ ഒരു പാവപ്പെട്ട ഒരു പാർട്ടിക്കാരൻ ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. ഇപ്പോൾ അതാ വീട്ടിൽ ഇരിക്കുന്നില്ലേ. 7 റൗണ്ടാണ് ഒരു ചെറുപ്പക്കാരൻ്റെ മുന്നിൽ. ഏത് പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസിൻ്റെ ഒരു ചെറുപ്പക്കാരൻ്റെ മുന്നിൽ 7 റൗണ്ടാണ് കറങ്ങി നിന്നിട്ട് പിണറായി വിജയൻ അവസാനം ജയിച്ചത്. 7 റൗണ്ടാണ്. ആദ്യത്തെ 7 റൗണ്ടിൽ അബ്ദുൾ റഷീദാണ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. എന്താണ് സംഭവിക്കുന്നത്? തളിപ്പറമ്പിൽ, പയ്യന്നൂരിൽ, പിന്നെ അതുപോലെ തന്നെ മട്ടന്നൂർ, കൂത്തുപറമ്പ്, തൃക്കരിപ്പൂർ, ഉദുമ, പാർട്ടി ഗ്രാമങ്ങൾ, പാർട്ടി കോട്ട. അവർ കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റുകാരും പോയി ആർക്ക് വോട്ട് ചെയ്തു? കോൺഗ്രസിന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് അവിടെ ജയിച്ചത്. അങ്ങനെ വോട്ട് ചെയ്യാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ അവർ ആഗ്രഹിച്ചു, പിണറായി വേണ്ട, പാർട്ടി വേണം. പിണറായി ഇവിടെ വേണ്ട, നമുക്ക് പാർട്ടി വേണം. അതാണ് ഞാൻ പറഞ്ഞത്. ഏത് ഭരണാധികാരിക്കും അല്പായുസാണ് അഹങ്കാരം കാണിച്ചാൽ. കുറച്ച് കാലം കൊണ്ടുപോകാൻ പറ്റും, 2 ടൈം കൊണ്ടുപോകാൻ പറ്റി. അല്പായുസാണ് എല്ലാ അഹങ്കാരികൾക്കും. സാർ ചക്രവർത്തി നിങ്ങൾ എടുത്തോളൂ, മുസോളിനെ എടുത്തോളൂ, ഹിറ്റ്ലറെ എടുത്തോളൂ, സ്റ്റാലിനെ എടുത്തോളൂ, ഇന്ത്യയിൽ നിങ്ങൾ ആരെ വേണോ എടുത്തോളൂ, ലോകത്തെടുത്തോളൂ. അഹങ്കാരം. പിന്നെ രാമസ്വാമി അയ്യർ വലിയ വികസനം നടത്തിയ ആളാണ്. പക്ഷേ അവസാനം അദ്ദേഹത്തിന് ചെവി വെട്ടുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. ശരീരത്തിൽ വെട്ടേറ്റിട്ടാണ് പോയത്. അപ്പം ഞാൻ പറഞ്ഞത്, ജനങ്ങൾക്ക് വികസനവും പണവും മാത്രമല്ല, അവർക്ക് അവരുടെ ആത്മാഭിമാനം കൂടി ഉണ്ട്. ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരാൾ പാർട്ടി വിട്ടുപോയാൽ പരനാറി, ചെറ്റ, പരമചെറ്റ, നികൃഷ്ടജീവി, കൊലംകുത്തി. ഇന്നലെ നോക്കൂ, ഇന്നലെ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കാലത്തിൻ്റെ ഒരു കാവ്യനീതി ഉണ്ടെന്നേ. മെയ് 4-ാം തീയതി എന്ന് പറഞ്ഞാൽ 14 വർഷമാകുന്ന ദിവസമാണ്. ആര് മരിച്ചിട്ട്? TP മരിച്ചിട്ട് 14 വർഷമാകുന്ന അതേ ദിവസം. ഇതെന്തായാലും ഇലക്ഷൻ കമ്മീഷൻ നോക്കി വെച്ചതല്ലല്ലോ. മെയ് 4-ന് ഇങ്ങനെ വരട്ടെ എന്ന് വിചാരിച്ച് ഇലക്ഷൻ കമ്മീഷൻ നോക്കി വെച്ചതല്ലല്ലോ. TP ചന്ദ്രശേഖരൻ്റെ വധത്തിൻ്റെ അന്ന് റിസൾട്ട് വരണമെന്ന്. ആ മെയ് 4-ന് 14 വർഷമാകുന്ന മെയ് 4-ന് അതേ രാവിലെ എന്ന് പറയുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നോക്കൂ, ഓരോ കോട്ടകൊത്തളങ്ങളെല്ലാം പിണറായിയുടെ കരച്ചിലിൻ്റെ ദിവസമായിരുന്നില്ലേ ഇന്നലെ? അത് കാലത്തിൻ്റെ രമ ജയിക്കുക. അത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. നമ്മൾ പറഞ്ഞല്ലോ, കാലം ചെറുതൊക്കെ കരുതി വയ്ക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ കുറച്ച് പണം. അത് ഞാൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വ്യക്തിപരമായ എതിർപ്പോൾ. അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ഇന്നലെ വരെ എൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ഇപ്പോൾ ഏറ്റവും സീനിയറായ പൊളിറ്റീഷ്യനാണ്. പക്ഷേ ഞാനൊരു വ്യക്തിയല്ല പറയുന്നത്, ഒരു വ്യക്തിത്വത്തെയാണ് പറയുന്നത്. ആ വ്യക്തിയെ പറയാൻ നമുക്കൊന്നുമില്ല, പക്ഷേ ആ വ്യക്തിത്വത്തെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ ഒരു ഒരു ആളിനെ, ആ ഒരു സിസ്റ്റത്തെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തിയായാലും മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് ഒന്നുകിൽ ആരോഗ്യപരമായ പ്രശ്നം വരും. ആശുപത്രിയിൽ കിടന്നൊരു ഇഞ്ചക്ഷനെങ്കിലും എടുക്കാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിച്ച് മരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അപകടത്തിൽ പോകും. അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾക്ക് സങ്കടം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സങ്കടം തരും. എന്തെങ്കിലും ഒരു അപകടത്തിലൂടെ അല്ലാതെ സത്യസന്ധമല്ലാത്ത ഒരു മനുഷ്യന് ഈ ഭൂമി വിട്ട് പോകാൻ കഴിയില്ല. ഞാൻ ഒരു ചോദ്യം കൂടെ ഹരി ചോദിക്കട്ടെ. നമ്മുടെ മുന്നിൽ 57 മുതൽ ഇതുവരെയായിട്ട് എത്ര കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു? EMS ഉണ്ടായിരുന്നു, നയനാരുണ്ടായിരുന്നു, അച്യുതമേനോൻ ഉണ്ടായിരുന്നു,
VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രമുഖരായ കമ്മ്യൂണിസ്റ്റുകാർ മരിച്ചു. ആ ശ്രേണിയിൽ അവസാനത്തെ ആളാണ് പിണറായി വിജയൻ. നിങ്ങൾ ഇപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറഞ്ഞാൽ, ഒന്ന് മാർക്കിടാൻ പറഞ്ഞാൽ, നിങ്ങൾ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക്? നിങ്ങൾ ശരിയും വെട്ടും തെറ്റും, ശരി ഇട്ടോളൂ, ഇൻറ്റു ഇട്ടോളൂ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ ഇടുക, ഇഷ്ടമുള്ളവരെ ടിക്കിടാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം വെട്ടിയിടുന്ന പേരാരുടേതായിരിക്കും? പിണറായി വിജയൻ്റെതായിരിക്കും. അത് നിങ്ങളല്ല, ന്യൂജൻ പിള്ളേരും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇവിടുത്തെ സീനിയർ സിറ്റിസൺസ്, അമ്മമാരും ചെയ്യുന്നത് അങ്ങനെയാണ്. ആശാ വർക്കേഴ്സ് സമരം ചെയ്തു, അവർ തെരുവിൽ മുട്ടയടിച്ചെന്നേ. അവർ സെക്രട്ടേറിയറ്റിൽ ശയന പ്രദർശനം നടത്തിയെന്നേ സ്ത്രീകൾ. അതിൻ്റെ ശാപമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അംഗനവാടിക്കാർ, ആശാ വർക്കേഴ്സ്, പിന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ 2.5 വർഷമായി അവർക്ക് എന്ത് കൊടുത്തിട്ട്, പെൻഷൻ കൊടുത്തിട്ട്. എന്നിട്ട് 25 രാജ്യങ്ങളിൽ പോകും, ലോകസഭ നടത്തും. ഉള്ള ചാപ്പാടാണെന്നേ, ഭയങ്കര ചാപ്പാണല്ലോ. രക്ഷാപ്രവർത്തനം. നവകേരള സദസ്സ്, ഒരു വലിയ ബസ് വാങ്ങിച്ചങ്ങ് അറുമാദിക്കാണ് 20 മന്ത്രിമാരും കൂടി. പക്ഷേ ജനങ്ങൾ വിചാരിച്ചു ഇതിനൊരവസരം വരും, വെറുതെ ഇരിക്കുക. വളരെ സൈലൻ്റായിട്ട് ഉമ്മമാരും പിന്നെ അമ്മമാരും സഹോദരിമാരും ആണുങ്ങളും പെണ്ണുങ്ങളും കൊച്ചും കുട്ടിയും കുറുമാലും എല്ലാം വലിയ ഭൂരിപക്ഷത്തിലുള്ള ഒരു ഇലക്ഷൻ, അതായത് ഒരുപാട് വോട്ടിംഗ് പോളിംഗ് നിലവാരം കൂട്ടി എല്ലാവരും രാവിലെ സ്റ്റേഷനിൽ പോയി ആർക്ക് വോട്ടിട്ടു? പിണറായിക്കെതിരെ വോട്ടിട്ടു. അവരാരും കമ്മ്യൂണിസ്റ്റ് എല്ലാവരും ഇനിയിപ്പോൾ ഈ തളിപ്പറമ്പിലും നാദാപുരത്തും കുറ്റിയാടിയിലും പേരാമ്പ്രയും നിങ്ങൾ നോക്കൂ. കോഴിക്കോട് നിന്ന് പോയിരുന്ന എത്ര വയസ്സുണ്ട് ആ പോയ വനിതയ്ക്ക്? എടുത്ത് മടിച്ചതാരെയാ? TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ കുലപതി, അവിടുത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ, CPM-ൻ്റെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ എടുത്ത് മലർത്തി അടിച്ചു. എങ്ങനെ സംഭവിച്ചു? ഞാൻ വിശ്വസിക്കുന്നില്ല അവരെല്ലാവരും കോൺഗ്രസ് ആയെന്ന്. ഈ വോട്ട് ചെയ്ത എല്ലാവരും കോൺഗ്രസ് ഒന്നും ആയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുക്കണം. പിണറായിയുടെ പണവും പൈസയും ഈ തീറ്റിയും പെൻഷനും DAയും DRഉം ഒന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഒരു നല്ല ഭരണാധികാരിയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിച്ചു. ആരോഗ്യ മേഖല, അതായത് ഇവിടെ ഒരു കപ്പിത്താനുണ്ട് എന്ന് പറഞ്ഞ വീണ ജോർജിൻ്റെ പതനം, ആരോഗ്യ മേഖലയുടെ പതനം, ഇതൊരു വലിയ 66% ആളുകൾ അല്ലെങ്കിൽ 70% ആളുകൾ ഔട്ട് ഓഫ് പോക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്വന്തം കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നവരുടെ കണക്ക് വെച്ചിട്ട് ഈ നാഷണൽ സാമ്പിൾ സർവേയുടെ കഴിഞ്ഞ ദിവസത്തെ കണക്ക് വന്നിട്ടുണ്ട്. നാഷണൽ സാമ്പിൾ സർവേ കഴിഞ്ഞ ദിവസം വന്നത് ഒരു ചാനലും അത് റിപ്പോർട്ട് ചെയ്തില്ല. അതാണ് തമാശ. ഇലക്ഷൻ്റെ ഇടയിൽ ആയതുകൊണ്ടായിരിക്കും. നാഷണൽ സാമ്പിൾ സർവേയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 70% ആളുകളും മാർക്കറ്റിൽ വരുന്ന, അതായത് മൊത്തം ആരോഗ്യ മേഖലയ്ക്ക് ചിലവാക്കുന്നതിൻ്റെ 70% പൈസയും സ്വകാര്യ മേഖലയ്ക്കാണ് പോകുന്നത്. അത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. 30% ഇവിടുത്തെ പൊതു ആരോഗ്യ സംവിധാനത്തിൻ്റെ സംവിധാനം. സ്കൂളുകൾ നമ്മൾ വലിയ ആവേശത്തിൽ പറയും സാക്ഷരരാണ്, എല്ലാവരും പള്ളിക്കൂടത്തിൽ പോകണമെന്ന്. ഇവിടെ സ്കൂൾ കൂടുതൽ നടത്തുന്നവരാ CBSE സ്കൂളുകൾ, മാനേജ്മെൻറ്റ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകളാണ് ഇവിടെ വളരെ വലിയ സംഭവം. പിന്നെ MESകാർ, പിന്നെ അല്ലെങ്കിൽ NSS, SNDP, ബ്രാഹ്മണ സഭ, മറ്റേ സഭ, മറിച്ച സഭ, നാടാർ സഭ, ഇവർക്കൊക്കെയാണ് ഇവിടെ സ്കൂളുകളുള്ളത്, കോളേജുകൾ. ആർക്കാണ് എന്താണുള്ളത്? ആർക്കാണ് ഇവർ തൊഴിൽ കൊടുത്തത്? 25 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ആർക്കാണ് കൊടുത്തത്? 21,000 രൂപ ആശാ വർക്കേഴ്സിന് കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെയാണ് കൊടുത്തത്? ജനങ്ങളെ പറ്റിച്ചും പറഞ്ഞും, വ്യവസായ മേഖലയിലാകട്ടെ, ആരോഗ്യ മേഖലയിലാകട്ടെ, വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, ജനങ്ങളെ പറ്റിച്ചൊരു PR വർക്ക് ചെയ്തൊരു രാജാവിൻ്റെ PR വർക്ക്. ജനങ്ങൾ പറഞ്ഞു അത് പറ്റില്ല. ഇവിടെ നമുക്ക് വേണ്ടത് അങ്ങനെയുള്ളൊരു രാജാവിനെ അല്ല. 40 വണ്ടി, എന്തൊരു സന്നാഹം. നമുക്ക് കാണാമല്ലോ പുതിയ മുഖ്യമന്ത്രി ഇതേ ശൈലിക്ക് പോവുകയാണെങ്കിൽ ഇതിനേക്കാൾ വേഗത്തിലായിരിക്കും ജനങ്ങൾ എടുത്ത് ദൂരക്കളയുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് കാണാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. അമിതാധികാരത്തെക്കുറിച്ച് ഏറ്റവും അധികം കുറ്റപ്പെടുത്തിയത് പിണറായി വിജയൻ്റെ പാർട്ടിയായ CPM ആണ്. കരുണാകരൻ വാഹനം കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷേ കരുണാകരൻ വാഹനം കൊണ്ടുപോകുമ്പോഴും നമുക്ക് ഇതല്ലായിരുന്നു സ്ഥിതി. അദ്ദേഹം ആരോടും കടക്കപ്പുറത്തൊന്നും ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും പോയില്ലല്ലോ. പക്ഷേ ഇത് ഒരു വലിയ അഹങ്കാരത്തിൻ്റെയും അത് പ്രശ്നം എന്താണെന്നറിയാവോ? ഒന്നാമത്തെ പ്രശ്നം, പിണറായി വിജയന് 2ാം ഭരണമായപ്പോൾ ആരോഗ്യപരമായി ഒരുപാട് തളർന്നു പോയി. പുള്ളിക്കാരൻ വല്ലാതെ തളർന്നു. അദ്ദേഹത്തിന് പല അസുഖങ്ങൾ, ഞാൻ അസുഖങ്ങളുടെ പേര് പറയുന്നില്ല, പല അസുഖങ്ങളായി. പ്രായവും 80 കഴിഞ്ഞു. അപ്പോൾ ചുറ്റും നിൽക്കുന്നൊരു കോക്കസ് ഉണ്ടല്ലോ, അവർ പറഞ്ഞു താങ്കൾ രാജാവാണ്, താങ്കളാണ് രാജാവ് എന്ന് പറഞ്ഞിങ്ങനെ ചുറ്റും നിന്ന് കറങ്ങി ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ എല്ലാം ഓരോ ആൽബത്തിലും അതിലൊക്കെ. നിങ്ങൾ നോക്കൂ, ത്രിവേണിയിൽ നിന്ന് ബുക്ക് വാങ്ങിക്കുമല്ലോ, നമ്മൾ 200 പേജിൻ്റെ ഒരു ബുക്ക് വാങ്ങിച്ചാൽ അതിൻ്റെ പിറകിലും പിണറായിയുടെ പടം. ഇതൊന്നും ഈ രാജ്യത്ത് ഒരിടത്ത് സംഭവിച്ചിട്ടില്ലാത്ത, ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത കാര്യമാണ്. റോഡ്, അങ്ങനെ ബോർഡുകൾ, ബസ്സിൽ എല്ലായിടത്തും ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ വയ്ക്കുന്നു. അരോചകമാവത്തില്ല. സിൽവർ ലൈൻ, പിന്നെ എന്താണ് കേരയിൽ രാവിലെ അപ്പം ഉണ്ടാക്കുന്നു, പാലക്കാട് നിന്ന് അപ്പം വയ്ക്കുന്നു, ഉടനെ കൊച്ചിയിൽ വരുന്നു, കൊച്ചിയിൽ നിന്ന് അപ്പം വയ്ക്കുന്നു, തിരുവനന്തപുരത്ത് വരുന്നു, തിരുവനന്തപുരത്ത് അപ്പം. എന്താ ഇത്? മനുഷ്യൻ്റെ നെഞ്ചിൽ കൂടെയുള്ള കല്ലുകൊട്ടുള്ള പരിപാടി. ഇതൊരു സമൂഹത്തെ വിശ്വാസത്തിലെടുക്കാതെ
പരിസ്ഥിതിവാദികളെല്ലാം പരിസ്ഥിതിക്ക് വേണ്ടി ആരെങ്കിലും വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം വികസന വിദ്രോഹികൾ. സച്ചിദാനന്ദൻ അഭിപ്രായം പറഞ്ഞപ്പോൾ അയാളെ കൊല്ലണം. പിന്നെ എം.എൻ. കാരശ്ശേരി മാഷയുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ, സാറാ ജോസഫ് അഭിപ്രായം പറഞ്ഞപ്പോൾ, KR മീരയെ പോലുള്ള, ബെന്യാനെ പോലെയുള്ള, ഉണ്ണികൃഷ്ണനെ പോലെ, സിനിമാ സംവിധാനം ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ഇങ്ങനെ അടിമ പോലെയുള്ള മൂടുതാങ്ങി നിൽക്കുന്നവർക്ക് നിൽക്കാം. അല്ലാതെ സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞവരെയെല്ലാം സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് ട്രോളി അവരെ നശിപ്പിക്കുന്ന, അതായത് എല്ലാ തരത്തിലും വ്യക്തി അധിക്ഷേപവും കൂട്ടാക്രമണവും പിന്നെ അഭിമന്യുവിനെ കൊന്ന കഥ നമുക്കറിയില്ലേ? ആ SDP-കാരനെ കൊന്നതിന് ശേഷം എന്തെങ്കിലും കേസെടുത്തോ? എൻ മകനെ രാസാവി എന്നുള്ള വിളി ഇപ്പോഴും ഇടുക്കി കിടപ്പുണ്ട് ആ അമ്മയുടെ. എന്തെങ്കിലും വിഷ്ണു റോയിയുടെ, സിദ്ധാർത്ഥൻ്റെ എത്ര മരണമാണ് നമ്മുടെ കോളേജുകൾ ക്യാമ്പസുകളിൽ നടന്നത്? എന്തെങ്കിലും അന്വേഷിച്ചോ? ഒന്നും അന്വേഷിക്കാതെ എല്ലാത്തിനും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു കിരാത ഭരണത്തിൻ്റെ ഒരു രൂപമായിരുന്നു. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളത്തെ ചരിത്രം എഴുതുന്ന കുട്ടികൾ 2 കാര്യം എഴുതും. ഒന്ന്, CPM എന്ന പാർട്ടിയിലെ ജനാധിപത്യം ഇല്ലാതാക്കിയ വ്യക്തി = പിണറായി വിജയൻ. കാരണം അതിനകത്ത് ജനാധിപത്യം ഇല്ലല്ലോ. ആർക്കും പുള്ളിക്കാരൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നില്ലല്ലോ സഖാവ് തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ സഖാവി ചെയ്യുന്നത് ശരിയല്ലെന്ന് ഒരാളിന് പറയാൻ പറ്റുന്നില്ലല്ലോ. 2, ഭരണകൂടത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു ജനതയെ എങ്ങനെയാണ് ശിക്ഷിക്കുന്നതെന്ന് കൃത്യമായി കാണിച്ചു തന്നൊരു ഭരണാധികാരി. ഈ ഭരണാധികാരി എന്നുള്ള നിലയിലും പാർട്ടി കൈകാര്യം ചെയ്ത ആളെന്നുള്ള നിലയിലും ഒരു ഏകാധിപതിയുടെ അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് നയങ്ങളെ സൂക്ഷ്മ രൂപത്തിൽ നടപ്പിലാക്കിയ ഒരാളിൻ്റെ പേര് എന്തെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണെന്ന് പറയുമെന്ന് നാളത്തെ ലോകം പറയും എന്നതുള്ളതാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ജനം കൊടുത്തൊരു ശിക്ഷയല്ല, ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള, അതോടൊപ്പം തന്നെ ഈ ശ്യാമളയുടെ ഒരു പ്രശ്നം, സ്ഥാനാർത്ഥിത്വം, ആന്തൂർ സാജന്റെ വിഷയം. അതെ, ഈ ഒരു പ്രശ്നത്തെ ശബരിമല വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ പത്തനംതിട്ട നോക്കൂ. കോന്നി എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ കഷ്ടിച്ച് അവസാനം ജനീഷ് രക്ഷപ്പെട്ടതാണ് 450 വോട്ടിന്. അവിടെ കോന്നിയിൽ, പത്തനംതിട്ടയിൽ ശബരിമല എഫക്റ്റ് ചെയ്തില്ലേ? അവിടെ പഴകുളം മധു അവിടെ ജയിച്ചു, ജ്യോതികുമാർ ചാമക്കാല ജയിച്ചു. തോറ്റതാരാണ്? KB ഗണേഷാണ് തോറ്റത്. 25 വർഷത്തെ വലിയ കുലപതിയാണ് അവിടെ തോറ്റത്. അങ്ങനെയൊക്കെ തോറ്റത് എന്താണ്? ശബരിമല ഗുണം ഉണ്ടായില്ലേ? പക്ഷേ ശബരിമലയുടെ ഗുണം BJPക്ക് വലുതായിട്ട് ഉണ്ടായില്ല. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ഉണ്ടായില്ല. കാരണം BJP അധികാരത്തിൽ വരാത്തൊരു പാർട്ടി ആയതുകൊണ്ടാണ്. അധികാരത്തിൽ വരുമെന്നൊരു തോന്നലുണ്ടായി, ചിലപ്പോൾ കൂടുതൽ വോട്ട് കിട്ടിയെന്നിരിക്കും, വേറൊരു കഥ, അത് വേറെ കഥയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ശബരിമലയിലെ വിഷയമാകട്ടെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആന്തൂറിലെ ശ്യാമളയുടെ വിഷയമാകട്ടെ, ഇവർ ധരിച്ചെന്താണെന്നറിയോ? 3ാം ഭരണമുന്നണി വരികയും ശ്യാമള ജയിക്കുകയും, ശ്യാമള ജയിച്ചാൽ ശ്യാമള എന്താണ്? മന്ത്രിയാണ്. ഇത് കണ്ണൂർക്കാർ മനസ്സിലാക്കി. അവർ ആരെ ജയിപ്പിച്ചു? TK ഗോവിന്ദനെ ജയിപ്പിച്ചു. അവർ TV മസൂദിനെ തോൽപ്പിച്ചിട്ട് കുഞ്ഞികൃഷ്ണൻ നിന്നപ്പോഴേ പറഞ്ഞു, ഞാൻ നിൽക്കുന്നത് ജയിക്കാനല്ല, ഞാനൊരു പ്രതീകമായിട്ട് നിൽക്കുന്നതാണ്, ഞാൻ തോറ്റുപോകും. പക്ഷെ അദ്ദേഹം വലിയ വോട്ടിന് ജയിച്ചില്ലേ? 139 മണ്ഡലവും വിജയിച്ച ശേഷം ജി സുധാകരൻ്റെ അടുത്ത് മാത്രം തോറ്റാൽ തന്നെ അത് കേരളം മൊത്തം തോറ്റതിന് മാത്രമല്ല, ജി സുധാകരൻ്റെ എഫക്റ്റ് എവിടെയൊക്കെ ഉണ്ടായി? കായംകുളത്ത് ഉണ്ടായില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ലിജുവിൻ്റെ വിജയത്തിൽ സുധാകരൻ്റെ പങ്കില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? ആലപ്പുഴയിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആലപ്പുഴയിലെ ഓരോ മണ്ഡലവും നിങ്ങൾ എടുത്തോളൂ. എല്ലാ മണ്ഡലങ്ങളിലും, ചേർത്തല ഒഴിച്ചിട്ടുള്ള അരൂർ ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലങ്ങളും സുധാകരൻ ഫാക്ടർ വളരെ വലുതാണെന്നേ. കാരണം അമ്മമാരൊക്കെ ഈ ചാനലിൽ പറയല്ലേ, സുധാകരൻ സാർ സത്യസന്ധനാണ്, മറ്റത് കള്ളനാണ്. നമ്മൾ സത്യസന്ധൻ്റെ കൂടെയാണ്, കള്ളൻ്റെ കൂടെയല്ല. അല്ല, അവർ പറയുന്നത് അങ്ങനെയല്ല. സുധാകരൻ സാർ അമ്മ കുറച്ച് പൈസ തന്നു, മറ്റവൻ തന്നില്ല, അത് അങ്ങനെയല്ല ആളുകൾ പറയുന്നത്. സുധാകരൻ സാർ സത്യസന്ധനാണ്, മറ്റേ ആൾ കള്ളനാണ്, നമ്മൾ കള്ളൻ വോട്ട് ചെയ്യൂല, സത്യസന്ധനാണ്. അപ്പം ആളുകളുടെ മൂല്യബോധവും സദാചാര ബോധവും സാമൂഹ്യ ബോധത്തെയും ജനാധിപത്യ ബോധത്തെയും നൈതിക ബോധത്തെയും നമ്മൾ എന്ത് ചെയ്യരുത്? ചോദ്യം ചെയ്യരുത്. അതിൽ കയറി കുത്തരുത്. അതിൽ കുത്തിയിട്ട് കുറച്ച് പൈസയും കൂടെ കൊടുത്താലും ജനം കൂടെ നിൽക്കില്ല. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, വികസനം പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയില്ല. പക്ഷേ വികസനമല്ല ജനങ്ങൾ നോക്കിയത്, നൈതികതയാണ്, ജനാധിപത്യമാണ്, മൂല്യങ്ങളാണ്. പിന്നെ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ വന്നു കിടന്നു എന്തൊരു ബഹളമാണ് ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിലാണോ പുള്ളിക്കാരൻ ബഹളം ഉണ്ടാക്കുന്നത്? ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം. അത് കോൺഗ്രസ് ജയിച്ചോ BJP 3 സീറ്റ് പിടിച്ചോ അതൊക്കെ വേറെ വിഷയം. പക്ഷേ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ പിണറായി വിജയൻ എന്നൊരു ഏകഛത്രാധിപതിയുടെ പാർട്ടിയെ പിടിക്കുകയും ഭരണത്തെ പിടിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടൊരു ആരാധക ഉപജാപക വൃന്ദത്തിൻ്റെ കയ്യിൽ കേരളത്തെ കൊണ്ടുകൊടുത്തതിനുള്ള
വലിയ ശിക്ഷയാണ് ജനങ്ങൾ കൊടുത്തത്. തീർച്ചയായും. എന്തായാലും ഓരോ ഏകാധിപതിയും അല്ലെങ്കിൽ ഓരോ അത്തരത്തിലൊരു പ്രവണത കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരും പിണറായി വിജയൻ്റെ പതനം ഓർക്കും. എന്തായാലും കേരളത്തിനൊരു വലിയ പാഠമാണ്, മാർക്സിസ്റ്റ് പാർട്ടിക്കും വലിയൊരു പാഠമാണ്. ഇനി മുന്നോട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കനൽ ഇപ്പോൾ സമുദ്രത്തിലാണ്. ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ വീണ്ടും ഇനി തീ കൊണ്ടുവന്നാൽ മാത്രമേ ഉള്ളൂ. എന്തായാലും അത് ഉടനെയൊന്നും വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ സ്വഭാവം മാറണമെങ്കിൽ അവരുടെ നേതാക്കന്മാർ മാറണം. നേതാക്കന്മാർ ഇന്നും മാറാൻ തയ്യാറായില്ല എന്നതാണ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തിരുത്തട്ടെ, തിരുത്തി മുന്നോട്ട് വരട്ടെ. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.